Good morning. Good morning, Good ma'am. morning, ma'am. Good morning, miss. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, ma'am. Madam, food ഒക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഓക്കെ, അപ്പോ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ചെറിയൊരു പോർഷനും കൂടി നമുക്ക് എടുക്കാനുണ്ടല്ലേ? നോക്കാട്ടോ. ഡിറ്റക്ഷൻ ഓഫ് ഫിൽട്രേറ്റ്സ് വരെയാണ് നമ്മൾ എടുത്തത് അല്ലെ? 2 പോയിന്റ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഏരിയാസ് ഓഫ് ഫിൽട്രേറ്റ്സ്. ഓക്കെ, എന്താണ് മോഷണവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ, റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, cooked foods, food materials loss when transported from the kitchen to water. നമ്മൾ പറഞ്ഞതാണ് അല്ലെ? എങ്ങനെയൊക്കെയാണ് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കുക്ക് ആകുന്നതിന് മുൻപ് ഉള്ള മെറ്റീരിയൽസ് ഒക്കെ മോഷണം പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താണ് ഈ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡുകളും, അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ വാർഡിലേക്കോ റൂമിലേക്കൊക്കെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ അവിടെ വെച്ചും ഇങ്ങനെയുള്ള മോഷണങ്ങൾ പിൽഫ്രേജുകൾ സംഭവിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഡ്രഗ് സ്റ്റോഴ്സ്, കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസ്. നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, ഇപ്പോ കാഷ്വാലിറ്റിയിലൊക്കെ അവർ ഓരോ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോഴും അല്ലെ നമ്മൾ കാണാറുണ്ട് അല്ലെ? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയാലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആയാലും നമ്മള് അവിടുത്തെ കാഷ്വാലിറ്റി, ഓരോ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്, വളരെ തിരക്കേറിയാലെ മിനിറ്റിന് ആംബുലൻസ് കാര്യങ്ങള് മറ്റു വാഹനങ്ങളിലൊക്കെ രോഗികളെ കൊണ്ടുവരുന്നത് കാണാം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റി ഏരിയ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ തിരക്കേറിയ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കാഷ്വാലിറ്റി എന്ന് പറയുമ്പോൾ. അവിടെ എന്താണ്, ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ അവിടേക്ക് എന്താണ് അത് കറക്റ്റ് ആയിട്ട് അവർക്ക് രോഗനിർണയം നടത്താനായിട്ടും അതുപോലെ തന്നെ അവരെ ഒരു റീഹാബിലിറ്റേഷൻ സർവീസിലേക്ക് കൊണ്ടുവരാനായിട്ടും അവിടെയുള്ള സ്റ്റാഫുകൾ വരും അല്ലെ, ഓടിയെത്താറുണ്ട്. ഇപ്പൊ വീൽ ചെയറിലായാലും സ്ട്രക്ചർ വേണമെങ്കിൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ ആ കാഷ്വാലിറ്റി റൂമിൽ കൊണ്ടുപോയിട്ട് അതെ കണ്ടിന്യൂ ആയിട്ട് എന്താണ് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാനായിട്ട് അല്ലെ, ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും മറ്റ് സ്റ്റാഫുകളായാലും അവിടെ അവൈലബിൾ ആയിരിക്കും അല്ലെ. ഒന്നോർത്താല് സെക്യൂരിറ്റി തന്നെ ഭയങ്കര ഒരു രീതിയിലാണ്, നല്ല രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത് അല്ലെ. സ്ട്രക്ചർ എടുക്കുക, അതുപോലെ തന്നെ വീൽ ചെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് പെട്ടെന്ന് തന്നെയാണ് ആ കാഷ്വാലിറ്റി റൂമിലോട്ട് പേഷ്യൻസിന് എത്തിക്കുന്നത് അല്ലെ. അതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ലിസി ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവര് ഒരു ഡോറ് തുറന്നു കഴിഞ്ഞ് പേഷ്യന്റിനെ ആക്കും. പക്ഷെ അവിടെ ആ റൂമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നല്ല തിരക്കേറിയ ഒരു ഇതാണ്. പേഷ്യന്റിനെ കൊണ്ടുവരാം, ഡോക്ടേഴ്സ് പലതരം ഡോക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ടാവും, പലതരം നഴ്സുമാരുണ്ടാവും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും കാഷ്വാലിറ്റിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ ഓരോ പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ അവരുടെ ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോക്ക് ആയിട്ടാണ് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നതെങ്കിൽ എന്താണ്, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ് അല്ലെ കാർഡിയാക് അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഡോക്ടേഴ്സ് വരും, നഴ്സുമാര് വരും, പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ധൃതിയിൽ അവര് പേഷ്യന്റിനെ നോക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് ട്രീറ്റ്മെന്റ് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, പിന്നെ അതിന്റെ പിന്നാമ്പുറത്ത് നിന്ന് പല ആളുകളും, ചിലപ്പോ സ്റ്റാഫുകൾ തന്നെ ആവാം, എന്താണ് ട്രക്കുകളൊക്കെ എടുത്തുകൊണ്ട് പോവാം അല്ലെ. ചിലപ്പോ ഇവര് കാണില്ല, ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും കാണില്ല. കാരണം എന്താ, അവര് രോഗിയെ ശുശ്രൂഷിക്കുക എന്ന ഒരു എന്താ പറയാ ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ രോഗിയെ ശുശ്രൂഷിക്കാനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലെ. പക്ഷെ മറ്റു പല സ്റ്റാഫുകളായാലും അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളാവാം, അങ്ങനെ പല അറ്റൻഡേഴ്സ് ആവാം, അങ്ങനെയുള്ള സ്റ്റാഫുകൾ ചിലപ്പോൾ ഡ്രഗുകളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട്, മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ് ഇവിടെ കാഷ്വാലിറ്റിയിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ഏരിയാസ് ഹാൻഡ്ലിംഗ് സീരിയസ്
and the critical activities like maternity ward, stealing of newborn babies. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഈ ന്യൂ ബോൺ ബേബീസിനൊക്കെ കാണാതാവുന്നത് ഇല്ലേ? മെറ്റേണിറ്റി വാർഡിൽ നിന്നൊക്കെ പല ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എടുത്ത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ലേബർ റൂംസ്, ICCU, മോർച്ചറി, കാർഡിയക് തെറാപ്പി യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, ആക്സിഡന്റ് യൂണിറ്റ്, പീഡിയാട്രിക് യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ. ഇവിടെ നിന്നൊക്കെ എന്താണ് ജനറൽ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെ? ഏതൊക്കെയാണ് ജനറൽ ഐറ്റംസ്? വിൽ ബി സ്റ്റിൽ ലൈക്ക് ബ്ലേഡ്, ഡ്രഗ്, ഗ്ലൗസ്, ഇതൊക്കെ എടുത്തുകൊണ്ട് പോവാറുണ്ട്. അതുപോലെ തന്നെ വാർഡ് ആൻഡ് സെക്ഷൻസ്, ലിനൻ, സോപ്പ്, ടോർച്ച്, അങ്ങനെയുള്ള ഐറ്റംസ് എടുത്തുകൊണ്ട് പോവാറുണ്ട്. വർക്ക്ഷോപ്പ് ആൻഡ് മെയിൻ്റനൻസ്, ക്ലീനിങ്, ക്യാഷ് ആൻഡ് ഈ മെറ്റീരിയൽസ്. ഈ വർക്ക്ഷോപ്പ് ഒക്കെ നടക്കുന്ന ഏരിയാസിലൊക്കെ എന്താണ് മെയിൻ്റനൻസ് വർക്കുള്ള ഏരിയാസിൽ നിന്നൊക്കെ ക്യാഷുകൾ എടുത്തിട്ട് പോവാം. പല പല മെറ്റീരിയൽസ്, അവിടെ സ്പെയർ പാർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തുകൊണ്ട് പോവാം. ആംബുലൻസ് സർവീസിൽ നിന്ന് എന്താണ് പെട്രോള്, ഓയിൽ ഒക്കെ ഊറ്റിക്കൊണ്ട് പോവാം. അതുപോലെ തന്നെ ജനറൽ സ്റ്റോഴ്സിൽ നിന്നൊക്കെ ബുക്ക്, പെൻ, പേപ്പേഴ്സ്, ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു ഇതാണ് ഇതിൽ പറയുന്നത്, പിൽഫ്രേജുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ജനറൽ സ്റ്റോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പെൻ, പേപ്പർ, ബുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് മോഷ്ടിച്ചു കൊണ്ടുപോവാം. ആംബുലൻസ് സർവീസിൽ നിന്ന് പെട്രോൾ, ഓയിൽ, അതുപോലെ മെയിൻ്റനൻസ് വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ എന്താണ് ക്യാഷ്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് പോവാം. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, പീഡിയാട്രിക് യൂണിറ്റ്, ICU, അതുപോലെ തന്നെ മോർച്ചറി, കാർഡിയാക് തൊറാസിക് യൂണിറ്റ്, അതിൽ നിന്നൊക്കെ എന്താണ് ബ്ലേഡുകൾ, ഗ്ലൗസുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെറ്റേണിറ്റി വാർഡിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ, ന്യൂ ബോൺ ബേബീസിനെയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പിൽഫ്രേജ് നടക്കുന്ന ഏരിയാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വായിച്ചോക്കിയേ, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇത്തരത്തിലുള്ള പിൽഫ്രേജുകൾ നമ്മൾ കണ്ടു അല്ലെ? ഇനി അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് ആണ് താഴെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കാം. thorough study of the system and identification of loopholes. എന്താണ് loopholes എന്ന് പറഞ്ഞാല്? loopholes എന്തായിരിക്കും? പഴുതുകള് അല്ലെ? പഴുതുകൾ അറിയാത്തവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പഴുതുകള്. ഓക്കെ, അപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങള് എങ്ങനെയാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അവിടെ എന്താണ് ചിലപ്പോ സെക്യൂരിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ് അവിടെ സ്റ്റോക്ക് എത്ര ഉണ്ട്, എങ്ങനെയാണ് സ്റ്റോറേജ്, എങ്ങനെയുണ്ട് ഷോർട്ടേജ് എങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതൊന്നും അറിയാതെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാതെ അല്ലെങ്കിൽ സെക്യൂരിറ്റി കൃത്യമായിട്ടൊന്നും ഇല്ലാതെ വരുമ്പോ നമുക്ക് എന്താണ് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള പഴുതുകൾ ഏറെയാണല്ലേ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പഴുതുകൾ നമ്മൾ കണ്ടുപിടിച്ച് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അടയ്ക്കാനായിട്ടുള്ള അല്ലെ
ആ മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള പഴുതുകൾ അടയ്ക്കാനായിട്ടുള്ള സാഹചര്യങ്ങളിലോട്ട് എത്തേണ്ടത് അത്യാവശ്യമാണ്. അതാണ് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഏതൊക്കെ ഐറ്റംസുകൾ ആവശ്യമുണ്ട്, അവര് എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ മോണിറ്ററിങ്, സെക്യൂരിറ്റി അങ്ങനെയൊന്നും ഇല്ലാത്തൊരവസ്ഥകൾ വരുമ്പോ ഇത്തരത്തിലുള്ള ഐറ്റംസുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് ലൂപ്പ് ഹോൾസ് ഏറെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഴുതുകൾ അടയ്ക്കാനായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി എന്താണ്, ടു ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ നമ്മള് മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക അല്ലെ. നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോ നമ്മൾ നിരീക്ഷിച്ചപ്പോ ഒരാള് സ്റ്റോറിൽ നിന്ന് ഐറ്റംസ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു. അത് നമ്മൾ എന്ത് ചെയ്തു, അയാളെ കണ്ടുപിടിച്ച് അയാളെ വാൺ ചെയ്തു. ഇനി ഇങ്ങനെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നതായിരിക്കും നമ്മള് എന്താ പറയാ നടപടികൾ എടുക്കുന്നത്, പണിഷ്മെന്റ് തരും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വാൺ ചെയ്ത് വിട്ടു. അപ്പൊ എന്താണ്, ഒരാളെ വാൺ ചെയ്യുമ്പോൾ കൂടെയുള്ളവർക്കും അതൊരു എന്താ പറയാ ഒരു വാർണിങ്സ് ആണ് അല്ലെ. ഇനി മോഷ്ടിക്കാൻ പാടില്ല എന്നൊരു രീതിയിലൊരു മനസ്സിലൊരു വരും അല്ലെ. മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് പിന്നെ പണി പാളും എന്നുള്ളൊരു രീതിയിലോട്ട് വരും മറ്റുള്ള ആളുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാവർക്കും പേടിയുണ്ടാവും അല്ലെ, നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു മൈൻഡിലേക്ക് അവർ വരുന്നുണ്ട്. അപ്പോ മോഷ്ടിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ് ഓഫ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഡിപ്പാർട്ട്മെന്റിന്റെ ആയാലും അതുപോലെ തന്നെ വാർഡ്സിനായാലും പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യം, നീഡ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഓരോ ഐറ്റംസും നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ആവശ്യത്തിനുള്ള ഐറ്റംസുകൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് മാത്രം ആ മെറ്റീരിയൽസ് ഉണ്ടാവുള്ളൂ. ബാക്കി വരെയുള്ള മെറ്റീരിയൽസ് അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ പ്രീട്രേജ് നടത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽസ്. അതുപോലെ തന്നെ നമുക്ക് സെക്യൂരിറ്റി കുറവായത് കൊണ്ടാണ് ഇങ്ങനെ പഴുതുകൾ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്, സെക്യൂരിറ്റി പേഴ്സണൽസിനെ നമ്മൾ അവരുടെ എണ്ണം നമ്മൾ ഇൻക്രീസ് ചെയ്യാം. അപ്പൊ എന്താണ്, കുറെ കൂടി എന്താണ് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അറൌണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. അതുപോലെ തന്നെ ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സുകൾ കൈകാര്യം ചെയ്യേണ്ടത് സീനിയർ ഒഫീഷ്യൽസ് ആയിരിക്കണം. അവർക്കായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കോസ്റ്റ്ലി ഡ്രഗ്സ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടീസ് കൊടുക്കേണ്ടത്. അപ്പോ ഒരു തരത്തിൽ നമുക്ക് ഫീൽഡ് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ എന്താ, സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇന്റൻഷൻ ഓൺലി. അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അഭ്യർത്ഥനകൾ. ആ സ്പെഷ്യൽ ആയിട്ടുള്ള അഭ്യർത്ഥനകൾ പ്രകാരമായിരിക്കണം കോസ്റ്റ്ലി ഡ്രഗ്സ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്, ഇപ്പോ പല ആളുകളും വന്ന് ഈ മരുന്ന് വേണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എടുത്തു കൊടുക്കും അല്ലെ. പക്ഷെ അഭ്യർത്ഥനകളൊന്നും ഇല്ല, അത്തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള അഭ്യർത്ഥനകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവര് ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയിട്ട് മറച്ചു വിൽക്കാനൊക്കെ ഇടവരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള എന്താണ് അഭ്യർത്ഥനകൾ പ്രകാരം മാത്രമായിരിക്കണം നമ്മൾ കോസ്റ്റ്ലി ഡ്രഗ്സുകൾ സപ്ലൈ ചെയ്യേണ്ടത്. ഇനി എന്താ, സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ്. അതുപോലെ തന്നെ സർപ്രൈസ് ആയിട്ട് നമ്മൾ പരിശോധനകൾ നടത്തുക. അപ്പൊ എന്താണ്, പലതരത്തിലും നമുക്ക് എന്തെങ്കിലും ഒക്കെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. സർപ്രൈസ് ആയിട്ട് ഇപ്പൊ ഒരു എന്താ പറയാ, നിങ്ങൾക്കറിയാം, മനസ്സിലായില്ലേ എന്താണ് സർപ്രൈസ് ആയിട്ട് വിസിറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് തന്നെ ഇപ്പൊ പറയാതെയൊക്കെ ഇപ്പോ എന്താ ഓഫീസിലോട്ടൊക്കെ ഇപ്പൊ പറയാതെയൊക്കെ അവിടുത്തെ മാനേജേഴ്സ് ഒക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് ഡ്യൂട്ടീസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ എന്താ കാണിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ സർപ്രൈസ് ആയിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കാം, മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ ഞങ്ങൾ വരുന്നുണ്ട് ഇന്ന ടൈമിൽ വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ ടൈം അവര് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും.
മനസ്സിലായോ? സർപ്രൈസ് ആയിട്ട് വരുമ്പോ അങ്ങനെയല്ല നടക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. സർപ്രൈസ് വിസിറ്റ്, ഇപ്പൊ നമ്മളായാലും സർപ്രൈസ് വിസിറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള കള്ളത്തരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഇല്ലേ? അതെ തന്നെ. പ്രിപ്പയർ ഒന്നും ആവുന്നില്ല, പ്രിപ്പയർ ആവാതെ ഇരിക്കുന്ന ഒരു ടൈമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവര് കറക്റ്റ് ആയിട്ടുള്ള ജോലികൾ ചിലപ്പോ അലസരായിട്ടിരിക്കാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, മോഷണം ചിലപ്പോ സംഭവിക്കാം. അവര് വരുന്ന ടൈമിലായിരിക്കും ചിലപ്പോ നമ്മൾ മോഷ്ടിച്ചൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ സർപ്രൈസ് വിസിറ്റ് ഹെൽപ്പ് ചെയ്യും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് റെമഡിയൽ മെഷേഴ്സ്. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് എന്താണ്, എപ്പോഴും ഒരു പേടി ഉണ്ടാവും. എപ്പോഴാണ് മാനേജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ഒക്കെ വരുന്നത്, നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അവര് സർപ്രൈസ് ആയിട്ടല്ലേ വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ബോധവാന്മാരായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ. അതെ. പിന്നെ റുട്ടീൻ ആയിട്ട് ഓഡിറ്റ് ഒക്കെ നടത്തുമ്പോൾ കണക്കും കാര്യങ്ങളൊക്കെ എന്താണ്, ഓഡിറ്റ് നമുക്കറിയാലോ, കണക്ക് വിവരങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യാനായിട്ട്, റുട്ടീനൊക്കെ ഓഡിറ്റ് ചെക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴായാലും നമുക്ക് എന്താണ്, അത് കണക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കണക്ക് കാര്യങ്ങളൊക്കെ കൃത്യമല്ലാത്തത് കൊണ്ട് ഫിൽട്രേറ്റ് സംഭവിക്കാം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അല്ലെ? അപ്പോ ഈ ടോപ്പിക്കോട് കൂടിയിട്ട് നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? ഇത്തിരി ലെങ്തി ആയിരുന്നു, അല്ലെ? ലെങ്തി ചാപ്റ്റർ ആയിരുന്നു, എന്നാലും പഠിക്കാനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റോർസ് മാനേജ്മെന്റ്. അതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. അതുപോലെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. പിന്നെ എയിംസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ, ഫങ്ഷൻസ് ഒക്കെ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് IMM എന്താണെന്നുള്ളത്, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. സിക്സ് ആർട്സ് ഒന്ന് വായിച്ചു വെക്കാം. അതുപോലെ ഈ 3 പർച്ചേസും ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നെഗോഷിയേഷൻ എന്താണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറയാത്തത് എന്നാലും വായിച്ചു വെക്കണോട്ടോ, കൃത്യമായിട്ട് വായിച്ചു വെക്കണേ. 3 ഫേസ് പഠിക്കണം കേട്ടോ. പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, എക്സിക്യൂട്ടീവ് ഫേസ്. ഇൻവോയിസ് എന്താണെന്നുള്ളത് കേട്ടോ, ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? സപ്ലയർ ആണ്. അതുപോലെ പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ലീഗൽ ഡോക്യുമെന്റ് ആണ് എന്നുള്ളത് ആരൊക്കെ തമ്മിലാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ളത് ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ പർച്ചേസ് ഓർഡർ, ആ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബയ്യർ ആണെന്നുള്ളത് ഓർത്ത് വെക്കണേ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ലീസിങ് എന്താണെന്നുള്ളത് കേട്ടോ. ലീസിങ്, ലെസ്സർ, ലെസ്സി, ഔട്ട്ലേ, ഒബ്സലൻസ്.
വരുന്നുണ്ട്. അത് ഓക്കെ ഓക്കെ. ABC അനാലിസിസ് ഉണ്ട് കേട്ടോ. ABC അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോക്ക് കൺട്രോൾ എന്താണ്? ഈ 3 സിസ്റ്റംസ് കേട്ടോ. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, ട്യൂബിംഗ് സിസ്റ്റം. കോഡിഫിക്കേഷൻ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ അതിന്റെ സിസ്റ്റംസ്, ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, ആൽഫബറ്റിക്കൽ സിസ്റ്റം, ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം, ഡെസിമൽ, കൊഡാക് സിസ്റ്റം, ബ്രിഷ് സിസ്റ്റം. 6 കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അതുപോലെ ABC അനാലിസിസ് എന്താണെന്നുള്ളത്, അതിന് അഡ്വാൻറ്റേജ് 3 കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. എ കാറ്റഗറി എന്താണ്, ബി കാറ്റഗറി എന്താണെന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഫിൽട്രേജും അതിന്റെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ റെമഡീസ് ഒന്ന് നോക്കിയാൽ മതി. ഇത്തരം കാര്യങ്ങളാണ് ചോദിക്കാറ് കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, പഠിച്ചു വെക്കണം കേട്ടോ, അറിഞ്ഞിരിക്കണം. ഓക്കെ ഓക്കെ. ഇനി നമ്മള് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മൊഡ്യൂൾ 4 ക്വാളിറ്റി മാനേജ്മെന്റ്, 7th ചാപ്റ്റർ കേട്ടോ. കിട്ടിയവര് പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. കിട്ടിയോ? 51. ഓക്കെ. ചാപ്റ്ററിന്റെ പേരെന്താണ്? ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് അല്ലെ? എന്തായിരിക്കാം ക്വാളിറ്റി എന്ന് പറയുന്നത്? എന്താ മീനിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല്? ബെറ്റർ ഗുഡ്സ്. പിന്നെ എന്തൊക്കെയാ നമ്മൾ പറയാറുണ്ട്? മൂല്യം, നല്ലത്, വാല്യൂ, പിന്നെ ഗുണനിലവാരം പറയാറുണ്ടല്ലേ, ഗുണം. ഓക്കെ, നിങ്ങൾ പല രീതിയിൽ ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്തു അല്ലെ, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? ബെറ്റർ മാനേജ്മെന്റ്. പിന്നെ എന്തൊക്കെ പറയാൻ പറ്റും? ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് പ്രോസസ്, നല്ല ഗുണമുള്ള മാനേജ്മെന്റ്. ഓക്കെ, അവിടെ നോക്കിയേ, ഇൻട്രൊഡക്ഷൻ നോക്കാം. പ്രൊഡക്റ്റിന്റെ മൂല്യം നിലനിർത്തുക. ഓക്കെ ഓക്കെ. വാട്ട് ഈസ് ക്വാളിറ്റി? ക്വാളിറ്റി എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ടു ദ ordinary person, quality is how good something is. This can be a service, example canteen service, or a product, example wristwatch. അപ്പൊ എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്താണ്? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് അതിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. എത്രത്തോളം നല്ലതാണ് ഒരു കാര്യം, എത്രത്തോളം നല്ലതാണ്, അതിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ കണ്ടോ, ഒരു സർവീസ് ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? ഒരു ക്യാൻറ്റീൻ സർവീസ്. ക്യാൻറ്റീൻ സർവീസ്, നിങ്ങളിപ്പോ ഒരു ഹോട്ടലിൽ പോയപ്പോ നിങ്ങൾ പറഞ്ഞു ആ ഹോട്ടല് നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള ഹോട്ടലാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? പറയാൻ പറ്റുമോ? പെരുമാറ്റം, അവിടുത്തെ ബിഹേവിയർ, അതുപോലെ ഫുഡ് അല്ലെ, നല്ല ഫുഡ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെ ഫുഡിന്. പിന്നെ എന്തൊക്കെ ആയിരിക്കാം? മാനേഴ്സ്, ഓക്കെ, അവിടെ പെരുമാറുന്നത്, ബിഹേവിയർ അല്ലെ, ടേസ്റ്റ്, ഓക്കെ, ക്ലീൻ, അതുപോലെ തന്നെ പ്രൈസ് അല്ലെ, നീറ്റ്നെസ്, പിന്നെന്താ? ഹൈജീൻ. പിന്നെ ഓക്കെ, പലതരം പറഞ്ഞു അല്ലെ. അപ്പൊ മുഫി പറഞ്ഞു ഹൈജീൻ ആണ്, അതുപോലെ മുബി പറഞ്ഞെന്താണ്? അതിന്റെ പ്രൈസ് ആണ്. അപ്പൊ പലരും ആ ക്വാളിറ്റി അല്ലെങ്കിൽ അവിടെ ക്യാൻറ്റീൻ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസിനെ ഡിഫൈൻ ചെയ്യുന്നത് പല രീതിയിലാണ് ഇല്ലേ? അവിടുത്തെ ബിഹേവിയർ ആവാം. ഒരു കുട്ടി ഇപ്പൊ കൃഷ്ണേന്ദു പറഞ്ഞത് ബിഹേവിയർ, മാനേഴ്സ് അല്ലെ, അവര് പെരുമാറുന്ന രീതി ആവാം ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ മുബി പറഞ്ഞത് എന്താ? അവിടുത്തെ പ്രൈസ് ആവാം അല്ലെ, അതിന്റെ മൂല്യം ഹസീന പറഞ്ഞു അല്ലെ. അങ്ങനെ പല രീതിയിലും പലരും പല രീതിയിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ ക്വാളിറ്റിയെ. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ്, അറ്റ്മോസ്ഫിയർ ഗുഡ്. എന്താണ്? പ്രൊഡക്റ്റ് എടുത്തു, നമ്മള് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് റിസ്റ്റ് വാച്ച് ആണ്. അപ്പൊ ആ പ്രൊഡക്റ്റിനെ നിങ്ങൾ ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം എന്തായിരിക്കാം? എന്താണ്? ബ്രാൻഡ്, ഓക്കെ, വെരി ഗുഡ്. ഔട്ട്ലുക്ക്, ആംബിയൻസ്, കളറ് അല്ലെ, ഓക്കെ. പിന്നെ ലാസ്റ്റിംഗ്, ഓക്കെ. അപ്പൊ നമ്മള് പല രീതിയിലാണ് ഒരു പ്രൊഡക്റ്റിനെ നമ്മള് ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ചിലപ്പോ അതിന്റെ റാപ്പിംഗ് ആയിരിക്കാം, അതിന്റെ കളർ ആയിരിക്കാം, അതിന്റെ പാക്കിംഗ് ആയിരിക്കാം, ബ്രാൻഡ് നെയിം ആയിരിക്കാം ചിലർക്ക് ഇഷ്ടം, അതിന്റെ ക്വാണ്ടിറ്റിയില്, അതിന്റെ പ്രൈസില് അല്ലെ, നമ്മൾ കൊടുക്കുന്ന പണത്തിന് അത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടാണ് ക്വാളിറ്റിയൊക്കെ പലരും ഡിഫൈൻ ചെയ്യുന്നത് അല്ലെ. പല രീതിയിലുമാണ് പലരും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെ. കിട്ടിയില്ലേ? അപ്പോ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കാര്യം എത്ര നല്ലതാണോ അതിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. പേഴ്സൺസ് ജഡ്ജ്മെന്റ് അബൌട്ട് സർവീസസ് ഓർ പ്രൊഡക്റ്റ് റിലൈസ് ഓൺ what he hopes for it or from it. Some of the words used to explain quality are. അപ്പോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഒരു പേഴ്സൺ ജഡ്ജ്മെന്റ് ചെയ്യുന്നത് അല്ലെ, ക്വാളിറ്റിയെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അതിൽ നിന്നും അവന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. അവന് എന്ത് കിട്ടുന്നുണ്ട് അല്ലെ, അവൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അവൻ ക്വാളിറ്റിയെ ജഡ്ജ്മെന്റ് ചെയ്യുന്നത്. ഇപ്പോ പലരും നമ്മളൊക്കെ എന്താണ് ഓൺലൈനിൽ നിന്ന് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കാറുണ്ട് ഇല്ലേ? നമ്മള് എന്താണ് ഫോണിൽ കാണും അല്ലെ, ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ നല്ലതാണ്, കളർ ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ അത് ഡെമോ കാണിച്ചത് ഇഷ്ടപ്പെട്ടു, അതൊക്കെ നമ്മള് പ്രൈസ് നല്ലതാണ്, പ്രൈസ് നമുക്ക് അഫോർഡബിൾ ആണ്, അതൊക്കെ നോക്കിയിട്ട് നമ്മളൊരു മെറ്റീരിയൽസ് വാങ്ങിച്ചു കൊണ്ടുവരുമ്പോ എന്താണ്, ചിലവർക്ക് കുഴപ്പമുണ്ടാവില്ല, ചിലവർക്ക് എന്താണ്, ചിലപ്പോ നമ്മൾ അവിടെ കണ്ട കളറായിരിക്കില്ല കൊണ്ടുവരുമ്പോ ഇല്ലേ. അതുപോലെ തന്നെ എന്താ പറയാ, ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവാം, ക്വാളിറ്റി ഒട്ടും കൊള്ളില്ലാത്ത ക്വാളിറ്റി ആയിരിക്കാം കിട്ടുന്നത്, കാണാൻ ഭംഗി ഉണ്ടാവില്ല, ചിലപ്പോ നല്ല രീതിയിൽ ചിലവർക്ക് കിട്ടാം അല്ലെ, ചിലവരുടെ നിർഭാഗ്യം പോലെ ആയിരിക്കാം കിട്ടുന്നത് അല്ലെ, സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മടക്കി നമ്മൾ അയക്കാറുണ്ട് അല്ലെ. ഓക്കെ, പലർക്കും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്താണ്, ഒരു പേഴ്സൺ എങ്ങനെയാണ് ക്വാളിറ്റി ജഡ്ജ്മെന്റ് ചെയ്യുന്നത്? അവന് അതിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. ചിലവര് പറയാറുണ്ട്, ഞാൻ ഇന്ന് വാങ്ങിച്ചപ്പോ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്, നല്ല സാരി ആയിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലെ. ചിലവര് പറയാറുണ്ട്, ഞാൻ വാങ്ങിച്ച ഞാൻ നോക്കിയപ്പോ ഉള്ള കളറായിരുന്നില്ല വന്നപ്പോ ഉള്ളത്, അതുപോലെ തന്നെ ഒട്ടും തീരെ തുണിക്ക് ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ അവൻ ജഡ്ജ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവന് അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഒരു സർവീസിന്റെ ആയാലും ഒരു പ്രൊഡക്റ്റിന്റെ ആയാലും ക്വാളിറ്റിയെ അവൻ വിലയിരുത്തുന്നത്. ഓക്കെ,
പിന്നെ ഇനി നമ്മൾ പറഞ്ഞു ക്വാളിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്. നമ്മൾ പല രീതിയിൽ നമ്മൾ പറഞ്ഞു അല്ലെ. അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്. നമ്മൾ പറഞ്ഞില്ലേ നല്ല ഭംഗിയുണ്ട് അല്ലെ, പലരും പറഞ്ഞു അല്ലെ, ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലേ. ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആണ്. അപ്പൊ അങ്ങനെ ക്വാളിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഡ്യൂറബിൾ. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാല് നിലനിൽക്കുക, ലോങ് ലാസ്റ്റിംഗ് അല്ലെ. അതുപോലെ തന്നെ മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുള്ളതായിരിക്കും. ഹെൽത്തി. ഹെൽത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ആരോഗ്യമുള്ളത് കൊണ്ടാവാം. വാല്യൂ ഫോർ മണി, നമ്മൾ കൊടുക്കുന്ന പണത്തിന് മൂല്യമുള്ളത് കൊണ്ടാവാം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് ക്വാളിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, though the different words are used to describe quality, we would describe it as the extent to which a product or service contains a person or a group, that is how much satisfaction the person receives from the services. അപ്പൊ എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞു, നമ്മൾ കണ്ടു പല രീതിയിലും പല വേർഡ്സിലും നമ്മൾ ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ. ഒരു പേഴ്സൺ ആവാം, ഒരു ഒരു ഗ്രൂപ്പ് ആവാം. ക്വാളിറ്റി അതിൽ നിന്ന് അവർ എന്ത് ലഭിച്ചു എന്നതിനനുസരിച്ചിട്ടാണ് ക്വാളിറ്റിയെ അവര് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഒരു പേഴ്സൺ ആയിക്കോട്ടെ, ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ, അവർക്ക് ആ എന്താണ്, അവർക്ക് ആ സർവീസിൽ നിന്ന് അല്ലെ, ആ സർവീസിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് എന്ത് ലഭിച്ചു എന്നതിനനുസരിച്ചിട്ടാണ്, അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ടാണ് ക്വാളിറ്റിയെ അവര് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളായാലും അങ്ങനെ തന്നെയാണ് അല്ലെ. ഭംഗിയുണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ റാപ്പിംഗ് നോക്കിയിട്ട്, ബ്രാൻഡ് നോക്കിയിട്ട്, അതുപോലെ ക്യാൻറ്റീൻ സർവീസ് ആണെങ്കിൽ അവർ ബിഹേവ് ചെയ്യുന്നത്, അവരുടെ മാനേഴ്സ്, നല്ല പ്രൊഡക്റ്റ്, നല്ല എന്താണ് ഫുഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അവരുടെ ക്ലീനിങ് അല്ലെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു പേഴ്സൺ ആയിക്കോട്ടെ, ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ, ക്വാളിറ്റി എങ്ങനെയാണോ, അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് ക്വാളിറ്റി അവര് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്വാളിറ്റി എന്താണ്, ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഓക്കെ വായിച്ചു നോക്കിയൊന്ന്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്വാളിറ്റി ഓഫ് കെയർ. നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയാൻ പോകുന്നതാണ് ക്വാളിറ്റി ഓഫ് കെയർ. അപ്പൊ എന്താണ് ക്വാളിറ്റി എന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ അവിടെ ക്വാളിറ്റിയെ ഡിഫറെന്റ് ടൈപ്സിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. 5 വേർഡ്സിലാണ് പറയുന്നത്. ബ്യൂട്ടിഫുൾ, ഡ്യൂറബിൾ, മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്തി, വാല്യൂ ഫോർ മണി. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ.
കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് ആണ് ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? When we say quality of care, we mean healthcare activities that we in the medical, nursing, laboratory field, etc. അപ്പൊ എന്താണ് ക്വാളിറ്റി ഓഫ് കെയർ എന്നത്? 3 കാര്യങ്ങൾ അവിടെ നമ്മൾ പറഞ്ഞു അല്ലെ. മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി അല്ലെ. 3 ഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ ഈ 3 മേഖലകളിൽ നിന്നും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൊടുക്കുക എന്നതാണ് എന്ത്? ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്. എക്സിക്യൂട്ട് ഡെയിലി ടു ബെനിഫിറ്റ് അവർ പേഷ്യൻസ് വിത്തൗട്ട് കോസിംഗ് ഹാം ടു ദം. അതുപോലെ തന്നെ എന്താണ്? നമ്മള് ഡെയിലി എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ് അല്ലെ. പേഷ്യൻസിന് ദോഷകരം ഉണ്ടാക്കാത്ത വിധത്തില് അവർക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ വേണം നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. Quality of care requires that we pay attention to the requirements of the patient and clients. So, patient clients നമ്മൾ quality of care കൊടുക്കുമ്പോൾ അതിൽ നല്ല പോലെ നമ്മൾ ശ്രദ്ധിച്ച് അറ്റൻഷൻ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെ. ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് നമ്മൾ കൊടുക്കുക. നമ്മൾ എത്ര വലിയ എക്സ്പേർട്ട് ആണെങ്കിലും കൂടിയും പേഷ്യൻസിന് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്? ഒരു ചെറിയൊരു അശ്രദ്ധ മതിയല്ലേ. ശ്രദ്ധയോടെ വേണം കൊടുക്കാനായിട്ട്. ചെറിയൊരു അശ്രദ്ധ മതി. നല്ല രീതിയിൽ എന്താണ് ആരോഗ്യത്തോടെ ഇരിക്കുന്ന പേഷ്യന്റ് ആണെങ്കിലും അത് ലോ ആവാനായിട്ട് ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ അറ്റൻഷൻ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം അത് കൊടുക്കാനായിട്ട്. We must also use method that have been verified to be safe, affordable and painless under illness and disability. For more, we are expected to practice a state into safe standards as laid out by clinical guidelines and the protocols. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? സേഫ് ആയിട്ട് കൊടുക്കണം, അതുപോലെ തന്നെ അഫോർഡബിൾ അല്ലെ, സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിൽ വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ നല്ല രീതിയിൽ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുമ്പോ എന്താണ്? മരണനിരക്കുകൾ കുറച്ചുകൊണ്ട്, അതുപോലെ നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? രോഗങ്ങൾ കൂട്ടിക്കൊണ്ടാണ് കൊടുക്കുന്നത് അല്ല. ഇൽനെസ് അല്ലെ, രോഗങ്ങളെ കുറയ്ക്കുക, മരണങ്ങൾ കുറയ്ക്കുക, അതുപോലെ തന്നെ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു we are expected to practice as stated into safe standards as laid down by clinical guidelines and protocols. ഇനി നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിലും മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നിലവാരമുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ we do exact things at the exact time. ഇനി ക്വാളിറ്റി ഓഫ് കെയർ എങ്ങനെയാ കൊടുക്കേണ്ടത്? എക്സാക്ട് ടൈമില്, കറക്റ്റ് ടൈമിൽ വേണം കൊടുക്കാൻ അല്ലെ. Which patients promptly make the right diagnosis and give apt treatment. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നോ, അന്ന് കഴിഞ്ഞപ്പോ എന്താണ്? ചെറിയൊരു പനിയുള്ളൂ അല്ലെങ്കിൽ ചെറിയൊരു ചുമയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിടാറുണ്ടോ? അടുത്ത ആഴ്ചക്ക് വരൂ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരൂ എന്ന് പറയാറുണ്ടോ? ഇല്ല. ചെറിയൊരു ചുമയായാലും ചിലപ്പോ ഒരു വ്യക്തിച്ചൂടായാലും മതി അല്ലെ. ചിലപ്പോ ഉള്ളിലായിരിക്കും പല രോഗികൾക്കും പനിയൊക്കെ ഉണ്ടാകും. കുഞ്ഞുങ്ങൾക്കായാലും അങ്ങനെയൊക്കെയാണ്. പുറത്തൊന്നും ചിലപ്പോ ഉണ്ടാവാറില്ല. അപ്പൊ എന്താണ് നമ്മൾ ഇന്ന് ചെയ്യും? ആദ്യം നമ്മൾ പരിശോധിച്ചു അല്ലെ, റൈറ്റ് ഡയഗ്നോസിസ് ചെയ്യും അല്ലെ, രോഗനിർണയം നടത്തി അതിന് ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണം, കറക്റ്റ് ടൈമിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ we keep on enhancing our standard of service till excellence is got. എന്താ പറയുന്നത്? നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മികച്ച കെയറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെയും കെയറിന്റെയും നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കണം അല്ലെ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എങ്ങനെയാണ് മികച്ചൊരു കെയറിലേക്ക്, ക്വാളിറ്റിയുള്ള കെയറിലേക്ക് നമ്മൾ കൊടുക്കുന്ന കെയർ നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള കെയറിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെയും കെയറിന്റെയും നിലവാരം നമ്മൾ ഉയർത്തണം
എന്നാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. നമുക്കിപ്പോ നമ്മളുടെ ഹോസ്പിറ്റൽ ആയാലും പല പേഷ്യന്റും പറയും നല്ല രീതിയിലുള്ള കെയർ ആണ് കൊടുക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ സമൂഹത്തില് നമ്മുടെ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ആവാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ക്വാളിറ്റി ഓഫ് കെയറിൽ പറയുന്നത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയൊന്ന്. ക്വാളിറ്റി മാനേജ്മെന്റിലൊക്കെ ഒരു ലെങ്തി ചാപ്റ്റർ ആണ്. ചിലപ്പോ നിങ്ങൾക്ക് വായിക്കുമ്പോ ബോറടിക്കും. ചിലപ്പോ ഓരോ വരിയിലും ഈ ക്വാളിറ്റി എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പഠിക്കും, അതിനകത്തും നിങ്ങൾ നോക്കിക്കോ, ആദര മിസ് എടുക്കും. അപ്പൊ ആദര മിസ് എടുക്കുമ്പോ ഓരോ വരിയിലും സാറ്റിസ്ഫാക്ഷൻ തന്നെ പറയുള്ളൂ. നമ്മൾ ഇതിലും ക്വാളിറ്റി എന്ന് പറയുമ്പോ പറയുന്നല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളെ ക്വാളിറ്റി മാനേജ്മെന്റിലും ക്വാളിറ്റി എന്ന് തന്നെയേ പറയുള്ളൂ കേട്ടോ ഓരോ വരിയിലും. നിങ്ങൾക്ക് ചിലപ്പോ ബോറടിക്കാം, പഠിച്ചല്ലേ പറ്റുള്ളൂ, കേട്ടിരിക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്കൊരു 32 ഫോർമുല പഠിക്കാനുണ്ട്. 32 നിങ്ങൾ പഠിക്കേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓരോ പേജും കഴിയുമ്പോൾ ഈ ടെർമിനോളജി ഒക്കെ എടുത്തപ്പോ നമ്മൾ ഓരോ പേജും കഴിഞ്ഞപ്പോ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ മിസ് ഓരോ പേജും കഴിയുമ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്ത് തരാം. അത് കൃത്യമായിട്ട് സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കണം. ബാക്കിയുള്ളത് ജസ്റ്റ് പഠിക്കേണ്ടെന്നല്ല പറയുന്നത്, വായിച്ചു നോക്കാം കേട്ടോ. ഫോർമുല പഠിക്കാനായിട്ട് എളുപ്പവിദ്യയൊക്കെ ഉണ്ട്. അപ്പൊ അത് ടൈം ആവുമ്പോൾ മിസ് പറഞ്ഞു തരാം. അയച്ചു നോക്കാം കേട്ടോ. ക്വാളിറ്റി ഓഫ് കെയർ
Next, components of a quality health service. Quality health service has many parts. Okay, quality health service many parts. We should understand this in order to refine quality of care. The parts are listed in the box below. We shall briefly at each of the parts. അപ്പോ ഇവിടെ നോക്കിയേ ക്വാളിറ്റി ഓഫ് സർവീസിന്റെ കമ്പോണൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒരു 9 കമ്പോണൻസ് ഉണ്ട് പഠിക്കാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ആൻസസ്. ആൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ആൻസസിന്റെ മീനിങ്? ഓക്കെ, ആൻസസ് എന്ന് പറഞ്ഞാല് പ്രവേശനം. ഓക്കെ, പ്രവേശനം കേട്ടോ. ആൻസസ് മീൻസ് പ്രവേശനം. ഇനി ടെക്നിക്കൽ കോമ്പീറ്റൻസ്. ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും ടെക്നിക്കൽ കോമ്പീറ്റൻസ്? കഴിവ്. ഓക്കെ, ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാല് സാങ്കേതിക കഴിവ്. സാങ്കേതിക കഴിവ്, സ്കില്ല്. സ്കിൽ എന്നും പറയാം. ഇനി അതുപോലെ തന്നെ ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താ ഇക്വിറ്റി? എന്താ ഇക്വിറ്റി? ഒരുപോലെ, തുല്യത അല്ലെ? ഓക്കെ, സമത്വം എന്നൊക്കെ പറയാം അല്ലെ? ഓക്കെ, ഇനി ഇഫക്റ്റീവ്നെസ്. എന്തായിരിക്കും ഇഫക്റ്റീവ്നെസ്? എന്താ ഇഫക്റ്റീവ്നെസ്? ഫലപ്രാപ്തി. നെക്സ്റ്റ് ആണ് എഫിഷ്യൻസി. എഫിഷ്യൻസി നമ്മൾ പല ചാപ്റ്ററിലും പഠിക്കാറുണ്ടല്ലേ, ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഒക്കെ. കാര്യക്ഷമത. നെക്സ്റ്റ് കണ്ടിന്യൂറ്റി. അറിയാലോ, കണ്ടിന്യൂസ് അല്ലെ? തുടർച്ച. പിന്നെന്താ? സേഫ്റ്റി. സേഫ്റ്റി എന്താ? സുരക്ഷ. ഓക്കെ, ഇന്റർപേഴ്സണൽ റിലേഷൻസ്. എന്തായിരിക്കും ഇന്റർപേഴ്സണൽ റിലേഷൻസ്? എന്താണ്? വ്യക്തി ബന്ധങ്ങൾ. വ്യക്തി ബന്ധങ്ങൾ. എമ്യൂണിറ്റീസ്. എന്തായിരിക്കും എമ്യൂണിറ്റീസ്? എമ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സൗകര്യങ്ങൾ. ഓക്കെ, ഫെസിലിറ്റി നമ്മൾ പറയാറുണ്ടല്ലേ, ഫെസിലിറ്റീസ്. അത് തന്നെയാണ് എമ്യൂണിറ്റീസ് കേട്ടോ. അപ്പൊ 9 കമ്പോണൻസ് ഉണ്ട്. 9 കമ്പോണൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. ഇനി ഓരോ കമ്പോണൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ആക്സസ് ടു സർവീസ്. എന്താണ്? സർവീസിലേക്കുള്ള പ്രവേശനം. Everyone should have an entry to quality health care. അല്ലെ? ക്വാളിറ്റി ഹെൽത്ത് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അതിലേക്ക് പ്രവേശനം ഉണ്ട് അല്ലെ? അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോഴും എന്താണ്? തപ്പക്കോളൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കാറുണ്ടോ അവര്? എന്താണ്? അവരെപ്പോഴും എന്താണ്? അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ ആണ് കൊടുക്കുന്നത് അല്ലെ? ഇനി എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസസ്. ഓക്കെ, അത്രയും വരെ നോക്കിയേ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എന്താണ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എൻട്രി refers to the ability of the individual to obtain health services. അത്ര വരെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്താണ് എൻട്രി എന്ന് പറഞ്ഞാല്? ഒരു ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റി, കഴിവ്, അതിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഹെൽത്ത് കെയർ സർവീസ് നേടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കിയേ, അതില് കുറച്ച് ഫാക്ടേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആക്സസിന്റെ ഫാക്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സം ഓഫ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ എഫക്ട് എൻട്രി ടു എൻട്രി ആണ്. ഓക്കെ,
Distance. Example where the health facility is situated far away, or it is difficult to get transport to the facility, access to the quality healthcare become a problem. അതായത് ഡിസ്റ്റൻസ് നമുക്ക് സർവീസ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ സർവീസ് നേടാനായിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഹെൽത്ത് കെയർ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ഹെൽത്ത് കെയർ നേടാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ദൂരം എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് അല്ലെ. അവിടെ ഇപ്പോ പല ആളുകൾക്കും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ്, പല രോഗികൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അല്ലെ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കണം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഒരു ഫാക്ടറാണ്. ഇനി എന്താ, ഫിനാൻഷ്യൽ. എക്സാമ്പിൾ പീപ്പിൾ cannot pay for the services rendered. എന്താണ്, ചിലവർക്ക് ഇപ്പോ എന്താണ് നമ്മൾ ഒരു ദിവസം ഒരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് വേണം പോവാനായിട്ട് അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, അതുപോലെ തന്നെ ഡോക്ടറെ കൺസൾട്ടേഷൻ ഫീ, രജിസ്ട്രേഷൻ ഫീ, ഫോർ ബ്ലഡ് ടെസ്റ്റ്, MRI സ്കാനുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പൈസ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുമ്പോ ഒരു 10,000 രൂപ കൂടിയത് വേണ്ടി വരും ഒരു ദിവസം. ഒരു വ്യക്തി നോർമൽ ആയിട്ടിരിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ കൂടി അല്ലെ അത്രയും രൂപ വേണ്ടി വരുന്നുണ്ട് അല്ലെ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ സർവീസ് ചിലപ്പോ കൊടുക്കാനായിട്ടുള്ള പണം ഒന്നും ആളുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഫിനാൻസ് അല്ലെങ്കിൽ പൈസ, ക്യാഷ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. ഇനി ഏതാ, കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. എന്താണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരം, ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിശ്വാസം, അതുപോലെ വാല്യൂ മൂല്യം അല്ലെ. The service provided may not be in keeping with the culture, beliefs and values of some people. അതായത് ചില ഈ പ്രായമായവര് അപ്പാപ്പന്മാരും അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടുകളിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എന്താ ഹോസ്പിറ്റലൊന്നും പോവില്ല ഇല്ലേ. അവരെന്ത് ചെയ്യും, ചില പൊടിക്കൈകളൊക്കെ ഇപ്പൊ പനി വന്നാൽ കൂടിയും ഒരു ചുക്ക് കാപ്പി വെച്ച് കുടിക്കും ഇല്ലേ. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ട് അല്ലെ. അവരുടേതായിട്ടുള്ള രീതിയിൽ ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കുടിച്ച് ചിലപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും അത് ഓക്കെ ആവും അവര്. നമ്മളാണെങ്കിലോ അതെ ഹോം റെമഡീസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പണി വാടാൻ സാധ്യതയുണ്ട്. മുതിർന്നവരായാലും കുഞ്ഞുങ്ങളായാലും അപ്പൊ ഒരുപോലെയാണ് എല്ലാവർക്കും. ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമാണ് അല്ലെ. ഓക്കെ, അപ്പോ പണ്ട് കാലങ്ങളിലൊക്കെ അവർ അങ്ങനെയാണ് ചെയ്തിരുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ചിലപ്പോ ചില ആളുകളെ സംസ്കാരത്തിനായാലും വിശ്വാസത്തിനും മൂല്യത്തിനും ഒക്കെ അനുയോജ്യമല്ലാത്ത ഒരു സർവീസ് നൽകുന്നതെങ്കിൽ അവിടെ അത് ലഭിക്കാനായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലേ. അപ്പൊ ചിലവര് പോകില്ല, ചിലവര് ചിലപ്പോ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കില്ല, ഹോമിയോ അല്ലെങ്കിൽ അലോപ്പതി ഈ ആയുർവേദമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു രീതിയിലൊക്കെ ആളുകള് പല പൊടിക്കൈകളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് പോയിരുന്നത്. അപ്പൊ എങ്ങനെയുള്ള കൾച്ചറായാലും ബിലീഫും വാല്യൂസ് ഒക്കെ ഒരു ഫാക്ടർ ആണെന്ന് പറയുന്നുണ്ട് ആൻസെസ്റ്റർ സർവീസിന്റെ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഡിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ ഫിനാൻസ് അല്ലെ, ഡിഫിക്കൽറ്റി. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽറ്റി ഇതാണ്. അതുപോലെ തന്നെ ഫിനാൻസ്, ക്യാഷ് എന്ന് പറഞ്ഞാലും ഒരു ഫാക്ടർ തന്നെയാണ്. അതുപോലെ ചിലവരുടെ കൾച്ചറും ബിലീഫും വാല്യൂ അല്ലെ. ചിലവര് ചിലപ്പോ കൂട്ടാക്കില്ല, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ ഫാക്ടർ? ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാനായിട്ട്? ഓക്കെ, വായിച്ചു നോക്കിയേ. നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കാം. എൻട്രി എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഫാക്ടേഴ്സും ഒന്ന് ഓർത്ത് വെക്കാം. ഡിസ്റ്റൻസ്, ഫിനാൻഷ്യൽ, കൾച്ചറൽ, ബിലീഫ്, വാല്യൂ ചോദിക്കാറുണ്ട്. എന്താണെന്ന് ചോദിച്ചു കണ്ടിട്ടില്ല. ഡിസ്റ്റൻസ് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുപോലെ എൻട്രി എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ലൈൻ ഹെൽത്ത് സർവീസ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കാം. അതുപോലെ കമ്പോണൻസ് 9 ഓർത്ത് വെക്കാം. ഏതൊക്കെയാണ് കമ്പോണൻസ് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നെടുത്തതില് ഇത് ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡിഫറെന്റ് വേർഡ്സ് അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇത്ര മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അതിനകത്ത് ബാക്കിയുള്ളത് വായിച്ചു വെച്ചാൽ മതി കേട്ടോ.
അയച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാർക്ക് ചെയ്യേണ്ടത് ആക്സസ് ടു സർവീസില് entry refers to the ability of the individual to obtain health services. അതുപോലെ അതിന്റെ ഫാക്ടേഴ്സ് കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഡിസ്റ്റൻസ്, ഫിനാൻഷ്യൽ, കൾച്ചറൽ ബിലീഫ് ആൻഡ് വാല്യൂസ്. അതുപോലെ തന്നെ ക്വാളിറ്റി, ഹെൽത്ത് കെയർ സർവീസിന്റെ കമ്പോണൻസ് 9 പഠിച്ചു വെക്കാം. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞില്ലേ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെന്റ് വേർഡ്സ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 5 വേർഡ്സും ഓർത്ത് വെക്കാം. ഇത്ര മാത്രമാണ് മാർക്ക് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.